മുഖ്യമന്ത്രിക്ക് പുല്ലുവില നൽകി വകുപ്പുകൾ. മന്ത്രിസഭയിൽ സമർപ്പിക്കാനായി മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പല ഫയലുകളും വകുപ്പുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനമെടുക്കേണ്ടതായിരുന്നു പല ഫയലുകളും. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും ഈ ഫയലുകൾ എത്തിയില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഫയലുകൾ മന്ത്രിസഭാ യോഗത്തിൽ എത്തിച്ച് തീരുമാനമെടുക്കുന്നതിനു വേണ്ടി ഫയലുകൾ അടിയന്തരമായി പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് വകുപ്പ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സുപ്രധാന വിഷയങ്ങളും വകുപ്പുകൾ തമ്മിൽ തർക്കമുള്ളതും കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധവുമായ ശുപാർശകളാണ് പൊതുവെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് എത്തുന്നത്. ഫയൽ ആദ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുമ്പോൾ അദ്ദേഹമാണ് ആവശ്യമായ മാറ്റങ്ങളോടെ മന്ത്രിസഭയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടുക. ഇതോടെ ഫയൽ വകുപ്പിലേക്ക് തിരിച്ചു പോകും. ഇവ വകുപ്പിൽ നിന്ന് ചീഫ് സെക്രട്ടറി വഴിയാണ് മന്ത്രിസഭയിൽ എത്തേണ്ടത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി കുറിപ്പെഴുതി വകുപ്പുകളിലേക്ക് തിരികെ പോയ ഫയലുകളാണ് പിന്നീട് വെളിച്ചം കാണാതായത്. ഇതാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ. കുത്തഴിഞ്ഞ പുസ്തകം പോലെയായി തീർന്നു കേരളത്തിന്റെ വകുപ്പുകളെല്ലാം തന്നെ. മുഖ്യമന്ത്രിയെപ്പോലും അവഗണിക്കുന്ന വകുപ്പുകൾ എങ്ങനെ ജനത്തെ സേവിക്കുമെന്നാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത്.